ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. അഡ്വാൻസ് ബുക്കിംഗിൽ വൻ കുതിപ്പാണ് ചിത്രം നേടുന്നത്. മമ്മൂട്ടിയുടെ തന്നെ റെക്കോർഡുകൾ തകർക്കുകയാണ് ബുക്കിംഗ്. ഭീഷ്മപർവത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡാണ് ഇപ്പോൾ ടർബോ തകർത്തിട്ടുള്ളത്. നിലവിൽ 2.6 കോടിയോളം ചിത്രം നേടിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. നാളത്തെ റിലീസ് കൂടി കഴിയുന്നതോടെ ഓപ്പണിംഗ് കളക്ഷനിൽ മലയാളത്തിലെ ഏതൊക്കെ ചിത്രങ്ങളെയാണ് ടർബോ തൂക്കിയടിക്കുന്നതെന്ന് കണ്ടറിയണം. നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമുള്ളവർ പോലും മലയാള സിനിമകളുടെ റിലീസിനായി കാത്തിരിക്കുകയാണ്. മോളിവുഡിന്റെ ഇപ്പോഴത്തെ ലെവൽ വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് റിവ്യൂ വന്നാൽ അടുത്ത 100 കോടി പടമായി ടർബോ മാറിയേക്കുമെന്ന് ഉറപ്പാണ്. ടർബോ റിലീസുമായി ബന്ധപ്പെട്ട മമ്മൂട്ടി ആരാധകരുടെ ആഘോഷ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായിരുന്നു. മമ്മൂട്ടിയുടെ വമ്പൻ കട്ടൗട്ടുമായി ആരാധകർ ആഘോഷം നേരത്തെ തുടങ്ങിയതാണ്. ടോപ്പ് ആക്ഷൻ രംഗങ്ങൾ സിനിമയിലുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ട്രെയിലർ എത്തിയതോടെയാണ് ആരാധകരുടെ ആവേശം 10 മടങ്ങ് വർദ്ധിച്ചത്. ടർബോ ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി അഴിഞ്ഞാടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും റിലീസിനോടനുബന്ധിച്ച് ആരാധകരുടെ ആഘോഷ പരിപാടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. റിലീസിന് ഒരാഴ്ച ബാക്കി നിൽക്കുമ്പോൾ മുതൽ തന്നെ ആഘോഷങ്ങളുടെ തുടക്കം കാണാൻ സാധിച്ചിരുന്നു. കുറച്ചു ദിവസം മുമ്പ് സംവിധായകൻ വൈശാഖിന്റെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താഴെ മമ്മൂട്ടി ആരാധകരുടെ വൻ ബഹളമാണ് നടന്നിരുന്നത്. അതുവരെ ടർബോയുടെ ടീസറോ ട്രെയിലറോ മറ്റ് വീഡിയോകളോ ഒന്നും പുറത്തുവിട്ടിരുന്നില്ല. മാസ് ലുക്കിൽ ടർബോയിൽ മമ്മൂട്ടി എത്തുന്നു എന്നതല്ലാതെ മറ്റൊരു വിവരവും ആരാധകരെ അറിയിച്ചിരുന്നില്ല. ഒരുപാട് ദിവസത്തെ ചോദ്യങ്ങൾക്ക് ശേഷമാണ് മെയ് 12-ാം തീയതി ആരാധകർക്ക് ടർബോയുടെ അണിയറ പ്രവർത്തകർ ട്രെയിലറിലൂടെ മറുപടി നൽകിയത്. ഇതോടെയാണ് ആരാധകരുടെ ആഘോഷത്തിന് തിരിതെളിഞ്ഞതും. പോക്കിരിരാജ, മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്നത്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 5ാമത്തെ സിനിമയാണ്. ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ്. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുള്ളത് ക്രിസ്റ്റ്യോ സേവ്യറും ടീമും ചേർന്നാണ്. ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് മിഥുൻ മാനുവൽ തോമസ്. ഓസ്ലറിന്റെ വിജയത്തിന് ശേഷം വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റിന് വേണ്ടി മമ്മൂട്ടി മിഥുൻ മാനുവൽ തോമസ് കൂട്ടുകെട്ട് എത്തുകയാണെന്ന് പറയാം. ടർബോയെ കുറിച്ച് കഴിഞ്ഞ ദിവസം മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. ടർബോ എന്ന പേര് ചിത്രത്തിനിടാനുള്ള കാരണത്തെക്കുറിച്ചാണ് അദ്ദേഹം അഭിമുഖത്തിൽ വിശദീകരിച്ചത്. എക്സ്ട്രാ പവറുള്ള എഞ്ചിൻ പോലെയാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമെന്നും അതുകൊണ്ടാണ് ടർബോ എന്ന പേര് സെലക്ട് ചെയ്തത് എന്നുമാണ് മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിട്ടുള്ളത്. അത്രയും കരുത്തുള്ള കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടിയുടെ ടർബോ ജോസ് എത്തുന്നതെന്നും ഓവർ ദി ടോപ്പ് ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടെന്നും മിഥുൻ പറയുന്നുണ്ട്. ആളുകളെ ഒറ്റയടിക്ക് തറ പറ്റിക്കുന്നത് പോലെയുള്ള ടോപ്പ് ആക്ഷൻ രംഗങ്ങളാണ് സിനിമയിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കന്നഡ താരമായ രാജ്ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ടർബോയിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ഭ്രമയുഗത്തിന്റെ വമ്പൻ വിജയം കഴിഞ്ഞ 2 മാസം പൂർത്തിയാകുമ്പോഴേക്ക് അടുത്ത ചിത്രവുമായി മമ്മൂട്ടി എത്തുന്നത് തീർച്ചയായും ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകുപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, ഒരു എക്സ്പെരിമെന്റൽ മൂവിക്ക് പിന്നാലെ ഒരു മാസ് ചിത്രം ലഭിക്കുന്നതും ആരാധകരെ ത്രില്ലടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ടർബോ പ്രേക്ഷകർ ഏറ്റെടുക്കുമോ എന്ന് നാളെ കാണാം.